കൊമേഡിയൻ പിഷാരടിക്ക് രാഹുലിന് പകരക്കാരാകാൻ കഴിയുമോ? i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാൻ ഒരിടം. ഇന്ന് രാഹുലിന് നീതി തേടി നമ്മൾ ആരംഭിച്ച മിഷൻ 250യുടെ 140ാം ദിനം. എന്തു വില കൊടുത്തും രാഹുലിനെ തിരികെ എടുക്കുകയോ മത്സരിപ്പിക്കുകയോ ചെയ്യില്ല എന്ന പിടിവാശിയിൽ പോകുന്ന വി ഡി സതീശനും സംഘവും ഇന്ന് പതിവ് പോലെ മറ്റൊരു അടവെടുത്തു. ഇടതുപക്ഷത്തെ പ്രമുഖന്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ബിനാമി ചാനലായ 24 ചാനലിന് ഒരു റൂമർ ഇട്ടുകൊടുത്തു. പാലക്കാട്ട് മിമിക്രി ആർട്ടിസ്റ്റ് രമേശ് പിഷാരടി മത്സരിക്കും എന്ന്. ഈ വിഷയം കോൺഗ്രസ് നേതൃത്വം പിഷാരടിയോട് സംസാരിച്ചു എന്നും അതിന് പിഷാരടി മത്സരിക്കുവാനുള്ള തൻ്റെ സന്നദ്ധത അറിയിച്ചു എന്ന തരത്തിലൊക്കെയാണ് വാർത്ത രാവിലെ 8 മണിക്ക് 24 ചാനൽ പടച്ചുവിട്ടത്. അതിന് തൊട്ടു പിന്നാലെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ മറ്റ് ചാനലുകളും ഇത് തന്നെ കണ്ണുമടച്ച് വെച്ച് കാച്ചിയിട്ടുണ്ട്. ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇതൊരു പരീക്ഷണമാണ്. ഇപ്രകാരം ഒരു നീക്കം നടത്തിയാൽ പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം എന്തായിരിക്കും എന്ന് അറിയുവാനുള്ള ഒരു തന്ത്രം ആണ് ഇതെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. ഇത്തരം വാർത്തകളുടെ അടിയിൽ വന്ന ജനങ്ങളുടെ കമൻറ്റ് നോക്കിയാൽ മാത്രം മതി രാഹുലിൻ്റെ ജനപിന്തുണ എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ. മിമിക്രിക്കാരൻ പിഷാരടിയെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ നിലവിലെ സാഹചര്യത്തിൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമുക്ക് പ്രവചിക്കാം, ഉറപ്പിക്കാം. ഷാഫിയുടെയും സംഘത്തിൻ്റെയും ആശീർവാദത്തോടെയാണ് മിമിക്രി പിഷാരടിയെ പാലക്കാട്ട് കെട്ടിയിറക്കുന്നത് എന്നാണ് മറ്റൊരു പ്രചാരണം. അപ്രകാരമെങ്കിൽ ഷാഫിയുടെ വിലയും പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആദ്യം കിങ്ങിണി മുരളിയുടെ പേര് പാലക്കാട്ട് ഇട്ട് നോക്കി. നാട്ടുകാർ തെറി പറഞ്ഞ് കണ്ടം വഴി ഓടിച്ചതോടെ കിങ്ങിണി തന്നെ പേടിച്ചോടി. എങ്ങനെയെങ്കിലും നായന്മാരുടെ സഹായത്തോടെ വട്ടിയൂർക്കാവിൽ നിൽക്കാം എന്ന ആ പ്രതീക്ഷയിലാണിപ്പോൾ കിങ്ങിണി. ഇപ്പോൾ ഇതാ മിമിക്രി പിഷാരടിയുടെ പേര് പാലക്കാട്ട് ഇട്ട് നോക്കുകയാണ്. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിനു വേണ്ടി രാപകൽ കഷ്ടപ്പെട്ട, ജീവിതം ഹോമിച്ച മിടുക്കരായ നൂറുകണക്കിന് യുവനേതാക്കളും മുതിർന്ന നേതാക്കളും ഉള്ളപ്പോഴാണ് ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ കൊണ്ടിറക്കുവാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത് എന്നോർക്കണം. പാലക്കാട്ടെ ജനങ്ങൾ അത്ര മണ്ടന്മാരാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. പാലക്കാട്ടെ ജനങ്ങൾക്ക് സാമാജികനായി വേണ്ടുന്നത് ഒരു കോമാളിയെയാണോ? AICC നൽകിയ സാധ്യതാ ലിസ്റ്റിൽ 4 പേരുടെ പേരുകളായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ണൻ ഗോപിനാഥ്, KS ജയഘോഷ്, A തങ്കപ്പൻ, സന്ദീപ് വാര്യർ. ഇവരെ ആരെ നിർത്തിയാലും കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്ന് ഇവരുടെ പേര് വിവരം i2i ന്യൂസ് ആദ്യമായി പുറത്തുവിട്ടപ്പോൾ തന്നെ ജനങ്ങൾ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ഇതാ അടുത്ത പേര് ഇറക്കി നോക്കുകയാണ്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൻ്റെ ജനങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്: പാലക്കാട് കൊമേഡിയൻ പിഷാരടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന് പകരക്കാരനാകുവാൻ സാധിക്കുമോ? തെരഞ്ഞെടുപ്പെടുക്കാറാകുമ്പോൾ ഏതെങ്കിലും ഒരു അഭിനയ തൊഴിലാളിയെയോ വളിപ്പന്മാരെയോ കെട്ടിയിറക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഈ നിലപാടിനോട് ജനങ്ങളുടെ പ്രതികരണം എന്താണ്? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ചെയ്യുന്ന 9746114444 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9746114444 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രതികരണം അറിയിക്കാവുന്നതാണ്. ഞങ്ങളത് നൽകുന്നതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ പരമാവധി ഈ വാർത്ത ഷെയർ ചെയ്യുക. രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ ആ പ്രതികരണം ഇപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. അത് ലോകം കേൾക്കട്ടെ. പാലക്കാട്ട് ഞങ്ങൾക്ക് രാഹുലിനെ മതി എന്ന് ചിന്തിക്കുന്ന ഓരോരുത്തർക്കും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഇത് ഈ ചെകിടന്മാർ കേൾക്കട്ടെ. ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ഞങ്ങൾക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കേട്ടാലും. പാലക്കാട് നിന്നാണ് എൻ്റെ പേര് വേവിച്ചൻ. അവിടെ വളിപ്പൻ പിഷാരടിയെ നിർത്തിയാൽ പാലക്കാട്ടെ ജനങ്ങളുടെ ഒരു റെസ്പോൺസ് എങ്ങനെ? എൻ്റെ പൊന്ന് സാറേ, ഇത് BJP കൊണ്ടുപോകും. ഇത് BJPയെ കൊണ്ടുപോകുള്ളൂ, അല്ല വേറെ ആരും കൊണ്ടുപോകല. പിഷാരടി ഒരു എന്താ പറഞ്ഞ നടനും സംവിധായകനും ഒക്കെ അല്ലേ? അന്നേരം പാലക്കാട്ടെ ജനങ്ങൾക്ക് എന്താ പറഞ്ഞ പിന്നെയും ചെറുപ്പക്കാരനാണ്. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഒരിക്കലും നടക്കുകയില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളോട് നമുക്കൊരു ബഹുമാനവും സ്നേഹവും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയും നടക്കുമോ? ഈ രാഹുലിന് പകരം വെക്കാൻ ഇയാളെ കൊണ്ട് പറ്റുമോ? പാലക്കാട്ടുകാരൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പറ്റുകയില്ല. ഇതിന്റെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. എടോ വിജയ, അതാണ് VD സതീശനും രമേശനും തളിക്കും. എടോ വിജയ പ്രതിപക്ഷ നേതാവിനെക്കാളും കയറി കളിക്കും. അതാണ് ഏറ്റവും പറ്റിയ കുഴപ്പം. പക്ഷെ ഇവൻ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ, ഇവനൊരു പട്ടാളക്കാരൻ്റെ മോനാണെങ്കിൽ ഇവൻ ഈ വേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം. പട്ടാളക്കാരൻ്റെ ചങ്കുറപ്പുള്ള പട്ടാളക്കാരൻ്റെ മോനാണെങ്കിൽ അതാണ് ഞാൻ പറയുന്നത്. ചങ്കുറപ്പായിട്ട് നിൽക്കണം.
പോയി. ആർക്ക് പോയി? എത്ര പേര് സഹായിക്കാനുണ്ട്? ഇത്രയും ജനമുള്ളിടത്ത് ഇവൻ ആരെയാ പേടിക്കുന്നത്? ജനമല്ലേ ഓരോരുത്തരെ കയറ്റുന്നത്. ഈ 3-4 നാറികളെ ആരൊക്കെയാണെന്നറിയോ? ഒന്ന് പി ഡി സതീശനെ മാറ്റണം, ഒന്ന് രമേശ് ചെന്നിത്തല, മുരളി, ആലപ്പുഴ ഗോപാലൻ, പിന്നെ VM സുധീരൻ. അവൻ നക്കിനിയാണ്. അവൻ കാരണമാണ് ഉമ്മൻചാണ്ടി തോറ്റേക്കുന്നത്. കാരണം അന്ന് മദ്യം ഇല്ലാതാക്കിയവനാ. ഈ ആന്റണി ഇല്ലാത്ത ആളാ കേട്ടോ. ആദ്യം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ പട്ടച്ചാരായം നിർത്തിക്കഴിഞ്ഞപ്പം ആദ്യം തോറ്റ അവിടെയാണ്. അത് കഴിഞ്ഞ് വീഴ്ചയിരണം. ഇപ്പൊ ഇത്രയും രാഹുലിനെതിരെ ഇത്രയും ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് ഈ ഒരു 4-5 മാസം രാഹുലിനെതിരെ ഇത്രയും പ്രചരണങ്ങൾ നടക്കില്ല. അന്നേരം പാലക്കാട്ടെ ജനങ്ങളുടെ ഇപ്പോഴും രാഹുലിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, അതോ രാഹുൽ തന്നെ അവിടെ നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് അവസ്ഥ? ഞങ്ങൾക്ക് രാഹുലിന് മതി. ഇല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ കളം മറിക്കുമെന്നുള്ളതിന് 101% ഞാൻ ഉറപ്പില്ല. കോൺഗ്രസിന്റെ ഏവനെ കൊണ്ട് നിർത്താൻ, രാഹുൽ ഗാന്ധിയെ കൊണ്ട് നിർത്തിയാലും ശോഭ കൊണ്ടുപോകും. എന്റെ പേര് ഗായത്രിയാ, എറണാകുളത്തുനിന്നാ. പാലക്കാട് പിഷാരടി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശരിയാണ്, ഉറപ്പാക്കി. കോമാളി പരിപാടിയല്ലേ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അന്നേരം അതിന് പറ്റിയ ആളാണ്. മൊത്തം ഒരു കോമഡി ആണല്ലോ നടക്കുന്നത്. പിഷാരടിന്ന് കണ്ടു. ഞാൻ ചോദിക്കട്ടെ, കാരണം ഈ കേൾക്കുന്ന ആൾക്കാർ എന്നെ തെറി വിളിച്ചാലും സാരമില്ല സാറേ. എന്റെ കുഞ്ഞിന്റെയും കണ്ണെന്ന് മണിക്കൂർ ദൈവത്തിന്റെ മുമ്പിൽ വേണ്ടി പ്രാർത്ഥിച്ചതാണ് അവന് വേണ്ടി, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി. പക്ഷെ ഇപ്പം എനിക്ക് ലജ്ജ തോന്നുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ തുറന്നു പറയുന്ന ആര് എതിർത്താലും എനിക്കൊന്നുമില്ല. ഞാൻ എന്റെ അപ്പനെ പോലെ. ഈ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന ആള് പോയത് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനാ. നിൽക്കരുത്, സത്യം അങ്ങനെ തന്നെ ആയിരിക്കാം. അതല്ലാന്ന് ഒട്ടും പറയാൻ പറ്റില്ല. രാഹുൽ അങ്ങനെ ചെറുക്കനാണെങ്കിൽ അവനോട് ഞാൻ വെല്ലുവിളിക്കുക. അതിനു വേണ്ടിയാ പോയ. കാരണം നീ സ്വതന്ത്രനായി പോലും നിൽക്കരുത്, ഇങ്ങനെയാണ് അങ്ങനെ കാല് മാറാൻ വേണ്ടി പറയാൻ വേണ്ടി പോയതായിരിക്കാം, ആരുടെയോ വാക്കും കൊണ്ട്. ഇതാണ് പരമമായ സത്യം. പക്ഷെ നാട്ടുകാരെ കണ്ണീരിന് ഒരു തുള്ളി, ഈ പിഴച്ചൊരു പട്ടിയുടെ വില പോലും കാണിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പൊ എനിക്ക് സത്യം, ഞാൻ മറ്റുള്ള ആരെയും പറഞ്ഞില്ല, എന്റെ കാര്യം ഞാൻ പറഞ്ഞു, സത്യം മനസ്സിന്ന് വെറുത്തു. കാരണം അവൻ നല്ലൊരു ചെറുക്കനാണെങ്കിൽ അവൻ സ്വതന്ത്രനായി നിൽക്കും. കാരണം ഇപ്പോഴല്ലേ ഇപ്രകാരമുള്ള ഒരു ഊഹാപോഹങ്ങൾ വരുന്നത്. അപ്രകാരം ഒരു പ്രഖ്യാപനം വരട്ടെ, അന്നേരം നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും രാഹുൽ സ്വതന്ത്രനായി നിൽക്കുമെന്ന് നമുക്ക് നോക്കാം. അതുവരെ ഒരു വിധി പ്രഖ്യാപിക്കാൻ പറ്റേ. അല്ല, എനിക്ക് തോന്നുന്നില്ല. ഈ പിഷാരടിനെ കൊണ്ട് നിർത്തിച്ച ശ്രീകണ്ഠ ഇതൊക്കെ പ്ലാൻ ഇട്ട് വരുമ്പം ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ തന്നെ ഉദ്ദേശം. പക്ഷെ അവൻ നിന്നില്ലെങ്കിൽ ഞങ്ങളെ മനസ്സിൽ അവനെ ഇനി പുറത്തുനിന്നൊന്ന് കണ്ടുപോയി അവന്റെ ഫോട്ടോ പോലും ഞങ്ങൾ നോക്കില്ല, സത്യം. കാരണം എന്തുകൊണ്ട് പറഞ്ഞാലും വേറൊന്നല്ല, ഒരുപാട് അമ്മമാർ അവർക്കൊന്നും ഒരു വിഷമമില്ലായിരിക്കാം, പക്ഷെ എനിക്ക് വിഷമമുണ്ട്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു, എനിക്ക് വിഷമമുണ്ട്. എന്റെ മനസ്സിന്ന് അവനെ, കാരണം അവൻ ഇതിന് നിന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടൻ ജയിലിൽ കിടക്കുന്നതായിരുന്നു നല്ലതെന്ന് ഞാൻ പറയേണ്ടി വരും. കാരണം എന്നാലും അന്തസ് ഉണ്ടായിരുന്നു. കാരണം അവൻ ജയിലിൽ കിടന്നിട്ടാണല്ലോ സ്വതന്ത്രനായി നിൽക്കാൻ പറ്റാഞ്ഞ് എന്നൊക്കെ ചിന്തിച്ചു പോകും. പക്ഷെ ഇതെന്തല്ല, മറ്റുള്ളവന്റെ വാക്കും കേട്ട് ഇങ്ങനെ നിൽക്കുന്നതിനേക്കാളും നല്ലത് അവൻ ഏറ്റവും തോൽവിയാ. ഇപ്പൊ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവൻ ഏറ്റവും തോറ്റ് നിൽക്കുന്ന ഒരവസ്ഥയാ. ഇനി അവന് മുന്നോട്ട് പോകാൻ പറ്റില്ല. എത്ര നാട്ടിൽ തിരിച്ചവൻ വന്നാലും ഞങ്ങളൊന്നും അവനെ നോക്കില്ല, സത്യ. കാരണം എന്റെ കണ്ണൊന്നും ഒരു തുള്ളി വെള്ളമല്ല, 1000 തുള്ളി വെള്ളം 3 മണിക്കൂർ ഇരുന്നിരുന്നു. 11 മണി മുതൽ 1:30 വരെ അവന് ജാമ്യം കിട്ടുന്ന വരെ വിളക്ക് കത്തിച്ച് പറഞ്ഞ് നട്ടുച്ചക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചൊരു പെണ്ണ്. ആ വേദന കൊണ്ടാ പറയുന്നേ. ഇപ്പൊ ലജ്ജ തോന്നുന്നു. ഇങ്ങനത്തെ ഒരാൾക്ക് അവൻ നിന്നില്ലെങ്കിലുള്ള കാര്യം, ഇങ്ങനത്തെ ഒരാൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ പ്രാർത്ഥിച്ചത്. എന്റെ കണ്ണിന്ന് ഒരു തുള്ളി വെള്ളം പോയത് ചങ്ക് പറഞ്ഞിട്ടാ സംസാരിക്കുന്നത്. കാരണം അത്രക്കും വിഷമമുണ്ട്. കാരണം രാഹുൽ മനുഷ്യനെ മനസ്സിലാക്കണം. അവനെ വെറുത്ത പാർട്ടിക്ക് നാട്ടുകാർ ആരും ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം കാല് പിടിക്കാൻ പോയത് സത്യം ഇതന്നെയൊക്കെയാണ്, വേറെ ഒന്നല്ല. ഇപ്പൊ എന്തുകൊണ്ട് ഇപ്പം കാല് പിടിക്കാൻ പോയത് ആരല്ല എന്ന് പറഞ്ഞാലും ഞാൻ പറയും ഇതാണ് പരമമായ സത്യം. അവൻ നിൽക്കുന്ന എനിക്ക് ഓരോ ഉറപ്പുമില്ല. കാരണം നിൽക്കണമെങ്കിൽ അവന് നേരത്തെ നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനില്ല ഇത്. പക്ഷെ അവൻ നിൽക്കും തോന്നുന്നില്ല. കാരണം ഇത്രയും ആൾക്കാർ അവന്റെ പിറകെ വാലുവാലായിട്ട് ഇങ്ങനെ സംസാരിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ടാവാം. പക്ഷെ ഇപ്പം വെറുപ്പ് വരെ സത്യം. എന്റെ കണ്ണെന്ന് തുള്ളി ആരെന്നെ വെറുത്താലും സാരില്ല. കോൺഗ്രസ്, ഞാൻ 1 നമ്പർ കോൺഗ്രസ് എത്തിയെ. പക്ഷെ കയ്യൂര് നാട്ടില് കമ്മ്യൂണിസ്റ്റുകാരെ വെട്ടി നടന്ന കൊല്ലം, അങ്ങനെ കൊലപാതകം ഇല്ലൊരു നാട്ടിൽ നിന്ന് കോൺഗ്രസ് ആയി ഒറ്റക്ക് പോരാടി മരിച്ചൊരപ്പന്റെ മോളാണ് 75 വയസ്സിൽ. ആ ആളാകും നിങ്ങൾ ചിന്തിക്ക്. അപ്പൊ അങ്ങനെ അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസ് അല്ല. പക്ഷെ അവനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, അങ്ങനെ പ്രേമമല്ല, ഒരു നല്ലൊരു ചെറുക്കൻ. പക്ഷെ അവൻ കാണിക്കുന്നതൊക്കെ തന്റെ ഇടം വെറും കാണിക്കുന്നതാ, ആരോ പുറകിൽ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് അതാ, എന്റെ അഭിപ്രായം അതാ. കാരണം അവൻ കാണിക്കുന്നതൊക്കെ
ആരെയോ പിറകിൽ നിന്നിട്ട് കളിക്കുന്നവർ തന്റെ ഇടത്തിൽ കളിക്കുന്നതായിരിക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു, അവൻ നിന്നില്ലെങ്കിൽ അവൻ ജയിലിൽ കിടക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. കാരണം അതിന് അന്തസ്സുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ചു വന്നാണ് അന്തസ്സുണ്ട്. ഇപ്പം വീട്ടിൽ കയറി ഇരുന്നിട്ട് അവൻ ചതിവിൽ നിൽക്കുകയാണെങ്കിൽ ഈ കരഞ്ഞ അമ്മമാരെയൊക്കെ വെറും പട്ടിയുടെ വിലയില്ല. പിന്നെ അവൻ എന്ത് ജനനായകൻ, എന്ത് ജനത്, ഒന്നുമില്ല. കാലം അത് തെളിയിച്ചോളും. അവൻ നിൽക്കുന്ന എനിക്ക് ഉറപ്പില്ല. അവൻ ഞാൻ വെല്ലുവിളിക്കും. അവൻ ആണത്തുള്ള ചെറുക്കനാണെങ്കിൽ അവൻ സ്വതന്ത്രമായി നിൽക്കണം. ഈ പറയുന്ന ഒരുത്തന്റെ വാക്കും കേട്ട് പിഷാരടി അല്ല ഇത് മറ്റവൻ വന്നാലും നിൽക്കരുത്. അവന് ഇനി കൊലകമ്പം വന്നാലെന്നെ ഷാഫി പറമ്പിൽ നിന്നാലെന്നെ അവൻ ആണത്തുള്ളവനാണെങ്കിൽ സ്വതന്ത്രനായി നിൽക്കണം. അതാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവൻ നിൽക്കില്ല. നമ്മൾ കരഞ്ഞത് വെറും പട്ടിയുടെ വിലയുള്ളൂ അവന്. അതേ ഉള്ളൂ. അവൻ പറഞ്ഞില്ല അവന്റെ ഭാവി ചിന്തിക്കാൻ നിങ്ങൾക്ക് ചാനൽ കാണും. അതന്നെ അവൻ ജനങ്ങളോടും കാണിച്ചു തരുന്നതെന്ന് ഞാൻ ഉറപ്പ് പറയും. രാഹുൽ മാങ്കൂട്ടൻ ജനങ്ങൾക്കും കാണിച്ചു തരുന്ന ഈ കരഞ്ഞ അമ്മമാർക്കും ചേട്ടന്മാർക്കും അപ്പൂപ്പന്മാർക്കും ഒക്കെ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരോട് അവൻ പറയുന്ന വാക്ക് ഇത് തന്നെയാണ്. എന്റെ ഭാവിക്ക് എനിക്കില്ലാത്തത് നിങ്ങൾക്ക് എന്താന്ന് അവൻ ചോദിക്കുന്ന ലാസ്റ്റ്. അതല്ല അവൻ ഇങ്ങനെ ഇരിക്കുന്നേ. ഞാൻ കരഞ്ഞ എന്റെ മകളും കരഞ്ഞ സങ്കടത്തോണ്ടാണ് ഞാൻ വിളിക്കുന്നത്. സത്യം സങ്കടമുണ്ട്. അവന്റെ ഫോട്ടോ പോലും ഞങ്ങൾ നോക്കില്ല. നിന്നില്ലെങ്കിൽ കേട്ടാ, നിന്നാലേ ഞങ്ങൾ ഇനിയും പ്രാർത്ഥിക്കും. നിൽക്കുന്നവരെ ഞങ്ങൾക്ക് അവന്റെ നിന്നില്ലെങ്കിൽ അവനെ ഞങ്ങൾ വെറുത്തു പോകും. അവൻ നിന്നില്ലെങ്കിൽ ഞാൻ തുറന്നു പറഞ്ഞു, എന്നെ ആരും തെറി വിളിച്ചാലും സാരില്ല, അത് സാറിന് മനസ്സിലാവും. ഞാൻ അങ്ങനെ, കാരണം 3-4 മണിക്കൂർ വിളക്കിന് മുമ്പിൽ ഇരുന്ന് കരഞ്ഞതുകൊണ്ടാ ഇങ്ങനെ സങ്കടമുണ്ട്. ഭക്ഷണം കഴിച്ചില്ല, വന്ന് ഭക്ഷണം വെച്ചിട്ടില്ല. കാരണം എഴുന്നേറ്റ് മാറി നിന്നാലേ ആ പ്രാർത്ഥനയുടെ ഫലം പോകുമോ വിചാരിച്ചിട്ട് അത്രക്കും വേദനയില പറയുന്നേ. രാഹുൽ മാങ്കൂട്ടൻ സ്വതന്ത്രനായിട്ട് തോറ്റാലും ജയിച്ചാലും നിന്നില്ലെങ്കിൽ അവനെ ഞങ്ങൾ വെറുത്തു പോകും. കാരണം സത്യം ഒരു വെള്ളം പാഴായി പോയല്ലോ എന്ന് ചിന്തിക്കും. പിന്നെ അവന് തിരിച്ചു വരാൻ പറ്റില്ല. കാരണം ആര് വന്ന് അത് തിരിച്ചടി ദൈവം അവൻ തന്നെ കൊടുക്കുന്നു. അതുകൊണ്ട് അവനോട് പറയുന്ന അവൻ കേൾക്കുകയാണെങ്കിൽ, അവൻ ആണത്തുള്ള ചെക്കനാണെങ്കിൽ അവൻ സ്വതന്ത്രൻ, ആര് നിന്നാലും സ്വതന്ത്രനായി നിൽക്കണം. പിന്നെ അതിനേക്കാളും നല്ല ജയിലിൽ കിടക്കുന്നത് അവന്. കാരണം എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം അത് എന്റെ വേദനയാ. ഞാൻ കരഞ്ഞ കണ്ണീരിന്. ഇനി ഏതമ്മമാർക്ക് ഇതിന് പ്രശ്നമില്ലെങ്കിൽ അവരെന്നെ തെറി വിളിച്ചാൽ എനിക്കൊന്നുമില്ല. പക്ഷെ ഇവരുമില്ല അമ്മമാർ ഇതേ പറയും. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ചെന്നൈന്നാ വിളിക്കുന്നത്. എന്റെ പേര് കുട്ടിയമ്മ. 30 ദിവസം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പം വാർത്ത കേൾക്കുന്നു അവിടെ പിസാറിനെയാ നിൽക്കുന്നതെന്ന്. അന്നേരം UDF സ്ഥാനാർത്ഥി തോൽവി ഉറപ്പിച്ചു. ഉറപ്പ് പോയി ചങ്കിടിച്ചു പോയി. സാരമില്ല, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല അല്ലേ. നിന്റെ തലയിൽ നിന്നൊരു മുടി പൊഴിഞ്ഞ് താഴെ വീഴണേ ഞാൻ അറിയാതെ കുഴിയില്ലെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഏക ഒറ്റ ഒരാളേ ഉള്ളൂ, ദൈവം. അത് മാത്രം വിശ്വസിച്ചാൽ മതി. ദൈവം പറഞ്ഞിരിക്കുന്ന നാളും നാഴികയെല്ലാം അടുത്തോണ്ടിരിക്കുക. ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടല്ലോ. ഞാൻ പത്തനംതിട്ട ബേബി എന്ന് പറയുന്ന ഒരാളാ. കോൺഗ്രസിനെ കുറിച്ചുള്ള കാര്യങ്ങളെ ഈ കൊച്ചു പിള്ളേരെയൊക്കെ കയറ്റി വിട്ടേച്ച് ഈ മുതുക്കന്മാർ ഇപ്പൊ പേര് പറഞ്ഞ ആൾക്കാരെയൊക്കെ ഒന്ന് മാറ്റിയായിരുന്നെങ്കിൽ നല്ലായിരുന്നു. ഇത് ആരോടാ പറയേണ്ടതെന്ന് കണ്ട് ഞാനും ഇങ്ങനെ വിഷമിച്ചിരിക്കുവായിരുന്നു. ഈ കടൽക്കിഴന്മാർ ഇത്തവണ ഇറങ്ങിയാൽ ജനങ്ങള് ജയിപ്പിക്കുവോ തോപ്പിക്കുവോ? അവര് പോയെങ്കിലേ ജയിക്കുള്ളൂ. അവരിരുന്നാ ജയിക്കുകയില്ലെന്ന്. ഈ സതീശന്റെ തേൻകണി യാത്ര കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ നാട്ടുകാർക്ക്? ഒരു പ്രയോജനവും ഇല്ല. ആ പുള്ളിക്ക് കുറെ പ്രയോജനമുണ്ട്, അല്ലാതെ നാട്ടുകാർക്ക് ഒരു പ്രയോജനമില്ല. ഇവനെ ആർക്കും കൊണ്ട് കണ്ടുകൂടാ. ഇവിടുത്തെ മൊത്തത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പത്തനംതിട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ പത്തനംതിട്ട വന്ന് കിടന്ന് വിലസിക്കൊണ്ടിരിക്കുക. ഈ പുള്ളി ആർക്കും കൊണ്ട് കണ്ടുകൂടാ. പിന്നെ മുമ്പേ പറഞ്ഞ പോലെ ഇപ്പൊ ലൈവ് ഞാൻ കണ്ടോണ്ടിരിക്കുക, പറഞ്ഞതുപോലെ കുറെ ആൾക്കാരുണ്ട്. അവര് കുറെ ചുറ്റി കൂടി അങ്ങ് നടക്കുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് എന്തോ ഇപ്പൊ ആരോടാ എന്തോ പറയുന്നതെന്ന് കണ്ട് ഞാനിങ്ങനെ വിഷമിക്കും. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കുറെ 2 മൂർഖന്മാര് നമ്മുടെ പത്തനംതിട്ട. അത് VJ കുര്യനും ഉണ്ട്, പിന്നെ ശിവദാസൻ നായരും. അവരിപ്പോഴും ഇനിയും കയറണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. അവിടെ കയറിയാൽ ഒരു കുന്തവും കിട്ടത്തില്ല. ശിവദാസൻ നായരെ അവരുടെ മണ്ഡലത്തിൽ പോലും ഇത് കിട്ടിയവരല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അവരുടെ മണ്ഡലത്തിൽ അവരുടെ ബൂത്തിൽ പോലും ഭൂരിപക്ഷമില്ലായിരുന്നു. പുള്ളി ഇനിയും നിൽക്കണമെന്ന് പറഞ്ഞിരിക്കുക. അത് നോക്കിക്കണ്ട് ചെയ്താൽ നല്ലതായിരിക്കും. ബീന വർക്കല. അതെ, ഇപ്പൊ ഈ വീണ മന്ത്രിയുടെ ഒരു പ്രശ്നം നടന്നല്ലോ അവിടെ. യൂത്ത് കോൺഗ്രസ്സുകാര് എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്നും പറഞ്ഞു. അപ്പോഴ് ആ ഒരു വിഷയത്തില് നമ്മുടെ സതീശൻ എന്തിനാണ് സംസാരിച്ചത്? അവർക്ക് വേണ്ടി നടപടി എടുക്കുമെന്നോ? അല്ല, എല്ലാവർക്കും വേണ്ടി നടപടി എടുക്കാൻ ഈ സതീശനാരാണ്? മിസ്റ്റർ ക്ലിയർ. അപ്പോഴ് ഇങ്ങനെ നോക്കുമ്പോഴേ സതീശനൊരു മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഭരിക്കുന്നത് പിണറായി വിജയനായിരിക്കൂലേ? സംശയം എന്തായിരിക്കുന്നത്? വീണയ്ക്കെതിരെ പ്രതിഷേധിച്ചതിന് ഏറ്റവും വിഷമം തോന്നിയത് സതീശനാ. 2 കാര്യങ്ങൾ. ഒന്ന്, ഇടതുപക്ഷത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി. 2, സതീശന്റെ തേൻകണി യാത്രയുടെ ആ ദിവസത്തെ പ്രസക്തി നഷ്ടപ്പെടുത്തി. അതല്ലേ നമുക്കത് കേട്ടപ്പോ വിഷമം തോന്നി. അവരെ യൂത്ത് കോൺഗ്രസ്സുകാരെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന സമയല്ലേ? അവര് കോൺഗ്രസിന് വേണ്ടിയല്ലേ കരിങ്കൊടി കാണിക്കാൻ പോയത്?
ആ രണ്ട് ചെറുപ്പക്കാരെ കണ്ടോ, അവര് അത്രയും എന്താ പറയുക തന്റെ ഇടത്തോടെ അവര് ആ ഒരു പ്രതിഷേധം അറിയിക്കാൻ പോയി അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സമയത്ത് ഇവൻ കണ്ടോ പറയുകയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എടുത്ത് ദൂരെ കളയുന്നു. അന്നേരം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഈ പാർട്ടിക്ക് വേണ്ടി ഒരു പ്രതിഷേധത്തിനോ ഒരു സമരത്തിനോ ഇറങ്ങുമോ ഇനി? അതെ നമുക്ക് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. കാരണം ഞാനൊരു ടൈലറാണ്. ഞാൻ രാവിലെ ഈ സാറിന്റെ കാര്യങ്ങൾ രാവിലെ തൊട്ട് ആ ഫോൺ സൈഡിൽ വെച്ചിട്ട് കേട്ടുകൊണ്ടാണ് ഇത് വെക്കണത്. അപ്പോഴും ഈ VD സതീശൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക് തന്നെ എനിക്കൊരു വിഷമം തോന്നി. കാരണം VD സതീശനൊരു മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ എന്തരാവും? ഇപ്പൊ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്നിട്ട് ആ കാര്യങ്ങൾ പോലും അദ്ദേഹം കറക്റ്റായിട്ട് ചെയ്യുന്നില്ലല്ലോ. പ്രതിപക്ഷ നേതാവായിട്ടിരുന്നിട്ട് പോലും അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം അക്കവിട്ട് നടത്തേണ്ട എത്രയോ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞുകൂടെ, അതൊക്കെ പ്രതിരോധിച്ചൂടെ? ഒന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ മുഖ്യമന്ത്രി ആകുമ്പോൾ നമ്മുടെ കേരളത്തിന് അവസ്ഥ എന്തരാവും? അതല്ലേ ഇപ്പൊ ഒരു കാരണവശാലും സതീശന് മുഖ്യമന്ത്രിയാകാൻ നമ്മള് പറവൂരിന്ന് ജനങ്ങൾ ജയിപ്പിക്കരുത് ഇവനെ. അതല്ലേ സത്യം പറഞ്ഞാൽ നമ്മൾ പറവൂരുകാരായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യില്ലായിരുന്നു, വോട്ടിലും പോവില്ലായിരുന്നു. പേര് ചന്ദ്രൻ, കൊയ്യമ്പാറ. രാഹുലിനെ അല്ല, പാലക്കാട് മാത്രം നിർത്തിയാൽ മതി, പറവൂർ വേണ്ട. പറവൂർ നിർത്തി പറഞ്ഞ് ചിലപ്പോ അവിടെ നിർത്തി തോറ്റു പറഞ്ഞ് എനിക്ക് മകാ സങ്കടമാകും. പാലക്കാട് നിർത്തി കണ്ടിപ്പായിട്ട് ജയിക്കും. കണ്ടോളെ, ഒന്ന് പാലക്കാട് മാത്രം നിർത്തിയാൽ മതി. 77 വയസ്സായി ജയിക്കും. ഇന്നേരം വரைക്കും ഞാൻ നിങ്ങളുടെ ചാനലിൽ തന്നെ ഞാൻ കാണും. ഓരോ ന്യൂസും കേട്ടോണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ. എന്തായാലും മഞ്ഞും മാറി രാഹുലിനെ തിരിച്ചെടുക്കാനുള്ള അഭിപ്രായം തോന്നുന്നു. ഇനി രാഹുലിനെ തിരിച്ചെടുത്താലും ഈ സതീശനെ ഇനി ആരും ജയിപ്പിക്കരുത്. കാരണം ഇവനിട്ട് പണിയും. രാഹുലിനിട്ട് മാത്രമല്ല, ചെറുപ്പക്കാർക്കിട്ടൊക്കെ പണിയും. അതുകൊണ്ട് ഒരു കാരണവശാലും പറവൂറുള്ള ജനങ്ങളോട് പറയണം, സതീശനെ ജയിപ്പിക്കരുത്. അവൻ കയറി വന്നിട്ട് ഇനി ഒരു കാര്യമില്ല. അവൻ്റെ കാര്യമെല്ലാം അവൻ നേടിക്കഴിഞ്ഞു. ഇനി BJPക്കും പിണറായിക്ക് സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ അവൻ നിൽക്കുള്ളൂ, എന്നൊക്കെ വന്നാലും. അതുകൊണ്ട് ഒരു കാരണവശാലും പറവൂറുള്ള ജനങ്ങളോട് അഭ്യർത്ഥിക്കുക, ദയവേത് സതീശനെ കയറ്റല്ല. സതീശൻ തോക്കണം. ജയിച്ചാൽ അവൻ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ കസേര നോക്കിയിരിക്കുന്നവനാ. അവൻ എല്ലാവരെയും വെട്ടിയിട്ടേച്ച് കയറിയിരിക്കും, യാതൊരു സംശയമില്ല. അവൻ മുഖ്യമന്ത്രിയായിട്ട് ഒരു കാര്യവും ഇല്ല, ഒരു പ്രയോജനവും ഇല്ല. ഈ പറയുന്ന ശശി തരൂരിനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം. കാരണം നല്ല നോളജും വിദേശ കാര്യങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധപ്പെടാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ ഈ കേരള കടക്കണിയിൽ നിന്നും രക്ഷിക്കാൻ ഇനി ആ ചെറുപ്പക്കാർക്ക് മാത്രമേ, അതായത് നമ്മുടെ കോൺഗ്രസ്സിലുള്ള നല്ല ചെറുപ്പക്കാരുണ്ട്, അവരെല്ലാം വന്ന് നമ്മുടെ ഭരണം ഏൽക്കട്ടെ. അല്ലെങ്കിൽ ഈ കിളവന്മാരെല്ലാം കൂടെ കയറിയിരുന്ന് വീണ്ടും നശിപ്പിച്ച് കുത്തുവാള എടുക്കേണ്ടി വരും. ദയവായി അങ്ങനെയൊന്ന് പറവൂർ ജനങ്ങളോടൊന്നൊരു അഭ്യർത്ഥന നടത്തണേ. അതുപോലെ ചെന്നിത്തല, ഇവരാരും നമുക്ക് വേണ്ട, ഇനി അവരൊക്കെ വീട്ടിൽ ഇരിക്കട്ടെ. ഇവരും ഒക്കെ തോറ്റു പോകണം. എന്തായാലും ഇതിന് കോൺഗ്രസ് മാത്രമേ വരത്തുള്ളൂ. പക്ഷെ കോൺഗ്രസിൻ്റെ പാലക്കാട് രാഹുലിനെ നിർത്തിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കുറേ വോട്ട് BJPക്കും പോകും. അപ്പം BJPക്ക് പറഞ്ഞ പോലെ 5 സീറ്റെങ്കിലും അവന് സീറ്റ് ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ 5 സീറ്റ് അവിടെ നേടിയെടുക്കാനും അതുപോലെ മാർക്സിസ്റ്റിൻ്റെ തുടർ ഭരണത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ സതീശൻ നിൽക്കുന്നത്. തെങ്കണി യാത്ര കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ആളുകൾക്ക് വെറുപ്പ് കൂടുന്നതല്ലാതെ ഒരു ശതമാനം പോലും ആൾക്കാർക്ക് ഇപ്പം ഇഷ്ടമില്ല. കാരണം എല്ലാവരും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ അവനോട് വെറുപ്പായി പ്രതികരിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് സുനിൽ സാറിന് വളരെ നന്ദിയുണ്ട്, ബിഗ് സല്യൂട്ട്. ഇത്രയും എഫേർട്ട് എടുത്ത് ഈ രീതിയിൽ കൊണ്ടുവന്നത് സുനിൽ തന്നെയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. സുനിൽ സാറിൻ്റെ ആ ഓരോ ദിവസവുമുള്ള അപ്ഡേറ്റുകൾ ജനം കേട്ട് മനസ്സിലാക്കി, സത്യം ആരുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഈ കടൽ കടവന്മാരെ ഒന്നും ഇനി ജയിപ്പിക്കാതെ കൊച്ചു പിള്ളേരെ എല്ലാം കയറ്റിയെടുക്കണം. ഈ രാഹുൽ മാങ്കുട്ടത്തിനെ ജയിപ്പിച്ച് അവൻ ആഭ്യന്തരമന്ത്രിയാകണം. എങ്കിലേ ഉള്ളൂ നമ്മുടെ ഈ കേരളം ഇനി ശരിയാവുള്ളൂ. ഈ പോയതിനൊക്കെ കണക്ക് തീർക്കണമെങ്കിൽ ഇവൻ തന്നെ
ആഭ്യന്തരം കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് അവൻ മുഖ്യമന്ത്രി ഒന്നും അവനെ ആക്കണ്ട, അവനെ ആഭ്യന്തരം കൊടുക്കണം, അത് തന്നെ ചെയ്യണം. അതിനു വേണ്ടും കൂടി ഒന്ന് ക്യാമ്പയിൻ നടത്തണേ. ഞാൻ സാറിന്റെ വീഡിയോ ആദ്യം മുതലേ കേട്ടോണ്ടിരിക്കുന്ന, മാങ്കൂട്ടം വിഷയം ഉണ്ടായപ്പം മുതൽ കേട്ടോണ്ടിരിക്കുന്ന ആളാ. സാറെ നല്ല ഭംഗിയായിട്ട് എല്ലാ ദിവസവും അത് അവതരിപ്പിക്കുന്നുണ്ട്. അമേരിക്കക്കാരന് ഡോക്ടർ തോമസ് അത് ഞാൻ കേട്ടായിരുന്നു. അയാള് അത് എല്ലാരും ഒന്ന് കേൾക്കേണ്ടതാ, അത്ര ഭംഗിയായിട്ട് അയാൾ അത് അവതരിപ്പിച്ചു. ഞാനത് കേട്ടപ്പോൾ സമ്മതിച്ചു പോയി. അവിടെ ഇരുന്നുകൊണ്ട് അയാൾ അത്ര പഠിക്കുന്നുണ്ട്. ഈ ചവീകരണി കൊല്ലപ്പറ്റി നടക്കുന്ന ഈ തെരുവുകൾ നടന്നിട്ട് വല്ലതും കാര്യം? തെൻകണി യാത്ര കൊണ്ട് UDF വല്ല പ്രയോജനം ഉണ്ടാകുമോ? ഒരു കാര്യമില്ല. അവൻ ചുമ്മാ കുറെ അവന്റെ ആൾക്കാരെ നിർത്തി അവനെ ചോക്കാൻ വേണ്ടി കുറെ പേരെ എല്ലായിടത്തും നിർത്തിയിട്ടുണ്ട്. ഇവനെ എല്ലാവരും ഈ ചുവന്നുകൊണ്ട് പുണ്യാളത്തിനെ വെക്കുന്ന സ്റ്റേജിലിട്ട് വെക്കേണ്ട കാര്യമുണ്ട്. അത് കാണുമ്പോൾ തന്നെ അരിയന്മാർ. പുതുപ്പള്ളി വന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകനെ കൂടെ ചുവന്നു. 2 പുണ്യാളത്തന്മാരാണ് പുതുപ്പള്ളി വന്നപ്പോൾ അവർ 2 പേരുടെ ഒത്തുകൂടി ചാണ്ടികുമ്മനെയും തോന്നുന്നു, 2 പേരെയും തോന്നുകൊണ്ട് സ്റ്റേജിലിട്ട് വെക്കും. ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു വൃത്തികേടാ ഇതിനെ. ആ ഉമ്മൻചാണ്ടിയോ ആന്റണിയോ ഏതെങ്കിലും നേതാക്കൾ ഇങ്ങനെ തോപ്പിച്ചിട്ടുണ്ടോ? ഇനി കാണിക്കുന്ന വൃത്തികേടുകൾ ഇവനെ എങ്ങനെയെങ്കിലും തോപ്പിക്കണം ഈ പ്രാവശ്യം പറവരെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.